എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് താക്കീതുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് മുന്നറിയിപ്പുകൾ, ഒരുപാട് ഗുണപാഠങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ നമുക്ക് ഒരുപാട് താക്കീതുകൾ പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് നമുക്ക് ഒരുപാട് താക്കീതുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകനും താക്കീത് നമ്മളെ ഉണർത്താൻ, നമുക്ക് മുന്നറിയിപ്പ് തരാനാണ് പ്രവാചകനും കടന്നു വന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ ആ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരുകൾ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന് 99 പേരുകൾ ഉള്ളതുപോലെ മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 99 പേരുകളുണ്ട്. ആ 99 പേരുകളിൽ ചില പേരുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. മക്കൾക്ക് പേരിടുന്നവരോട്, അള്ളാഹുവേ, ഭാര്യ ഗർഭിണിയായി കഴിയുമ്പോഴേ മനസ്സിന്റെ ഉള്ളിൽ എന്റെ മക്കൾക്കിടേണ്ട പേരെന്താണെന്ന് കരുതിയിട്ട് നടക്കുന്നവരെ, ഉമ്മയുടെയും ഉപ്പയുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം വേണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കും ഡിക്ഷണറികളും പെരക്കിയിട്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന പേരുകളാ, അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തന്ന പേരുകളാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദാ. മക്കൾക്ക് പേരിടുന്നവരെ, അർത്ഥം പോലും നീ നോക്കണ്ട, അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും നീ നോക്കണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്ന പേരാട് അതാ, ഇന്നാ അർസൽനാക ശാഹിദാ. മുഹമ്മദ് ഷാഹിദ് എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് ഷാഹിദ് എന്ന പേര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരാണ്. വമുബസ്സിറാ, മുഹമ്മദ് മുബസ്സിർ എന്ന പേര് ഖുർആൻ പറഞ്ഞ പേരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുന്നു നദീർ, നദീർ എന്ന് പറയുന്ന പേരുണ്ടല്ലോ. അവിടെ നിന്ന് ഖുർആൻ നാലാമതായി പറയുകയാണ്, മുബസ്സിറൻ വനദീറാ വദാഇയാ. മുഹമ്മദ് ദാഇ എന്ന പേര് ഖുർആൻ പറഞ്ഞതാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പറയുന്നു വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സിറാജ് എന്ന് പറയുന്ന പേര് ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാ. അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ പേരാണ് സിറാജ്. മുനീർ അത് ഖുർആൻ പറഞ്ഞ പേരാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പേരുകൾ പറഞ്ഞു തരുമ്പോൾ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ പേരായിരുന്നു മുബശ്ശിറൻ വനദീറാ, മുന്നറിയിപ്പുകാരന്, താക്കീത് നൽകുന്നവന് എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിലെ താക്കീത് എന്ന് പറയുന്ന വിശാലമായ വിഷയം. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്ന താക്കീതുകൾ 12 കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് താക്കീത് നൽകിയത് 12 കാര്യങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, അതിൽ ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് നൽകിയ ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്ന ഒന്നാമത്തെ മുന്നറിയിപ്പ്, ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് നീ പങ്കു ചേർക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനോട് മറ്റൊരാളെയും നീ പങ്കു ചേർക്കല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളുണ്ടല്ലോ, നിങ്ങളോട് ഇത് പറയാനുള്ള കാര്യം എന്തെന്നറിയുമോ?
അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. നമ്മൾ പടച്ചവനെ വിശ്വസിക്കുന്നവരാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാ, ഈ ഇരിക്കുന്ന ഇൽമു പഠിക്കുന്ന മക്കളുണ്ടല്ലോ, ഈ വേദിയിൽ ഇരിക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, ഇവരെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഏത് ഉസ്താദാകട്ടെ ഏത് മുത്തഅല്ലിമാകട്ടെ, അവന് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോ, പരിശുദ്ധമായ ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും എന്റെ പ്രിയമുള്ളവരെ കിതാബുകൾ പഠിക്കാൻ തുടങ്ങുമ്പോ ഒന്നാമതായിട്ട് പഠിക്കുന്ന ഹദീസ് ഏതെന്നറിയുമോ? ശദീദു ബയാദി സിയാബി ലാ യുറാ അലൈഹിം. എന്റെ പ്രിയമുള്ളവരെ, അവിടെ ഒരു ഹദീസ് പഠിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് യാത്രയുടെ ഒരടയാളവുമില്ല. ആ നാട്ടുകാരനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു മനുഷ്യന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചിട്ട് പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് കാലിന്റെ മുട്ടിനോട് ചേർന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടുകളോട് ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ കാലിന്റെ തുടയിലടിച്ചിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ മനിൽ ഈമാൻ, വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ നബിയേ? വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ നബിയേ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ നമുക്കറിയാം, വിശ്വാസമെന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളിൽ വിശ്വസിക്കല. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. 1 അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, 2 മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, 3 കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, 4 മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കല്, 5 അന്ത്യദിനത്തിൽ വിശ്വസിക്കല്, 6 വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ പറയുന്ന 6 കാര്യങ്ങളിൽ 5 എണ്ണത്തിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസമാ. അല്ലാഹനെ എല്ലാരും വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളെയും വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിനെ വിശ്വാസമുണ്ട്, മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്. ഈ ലോകം ഒരു ദിവസം നശിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 6ാമത്തെ കാര്യം ഏതെന്നറിയുമോ? 6ാമത്തെ കാര്യമുണ്ടല്ലോ, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. സന്തോഷവും ദുഃഖവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിച്ചാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് രോഗങ്ങൾ കടന്നു വന്നാൽ, കച്ചവടം നഷ്ടത്തിലായാൽ, കുടുംബത്തിൽ അടിയും വഴക്കുമായാൽ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. കച്ചവടം നഷ്ടത്തിലായാൽ, വീട്ടിലെപ്പോഴും അടിയും വഴക്കും രോഗങ്ങളുമായാൽ, എപ്പോഴും പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ആരോ നമുക്ക് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാ, ആരോ എന്റെ അയൽവാസി അല്ലെങ്കിൽ ഇന്നവൻ എനിക്ക് വേണ്ടി സിഹർ ചെയ്തു വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതിന് പ്രതിവിധിക്ക് വേണ്ടി ഓടി നടക്കുകയാണ്, മന്ത്രവാദികളുടെ മുന്നിൽ ഓടി നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചവന്റെ തീരുമാനമാ, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, അതാ ഖൈറും ശർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ വരുമ്പോ നമുക്ക് മുഴുവനും തെറ്റുപറ്റുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിനക്ക് വരണമെന്ന് തീരുമാനിച്ചത് തടയാ ഈ ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന്, ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്കിറങ്ങി വരികയാ. അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ
കിടക്കുന്ന ചോരക്കുഞ്ഞായ നമ്മുടെ തലച്ചോറിൽ ആ മലക്ക് വന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ നിന്റെ ഉമ്മയിതാ, നിന്റെ വാപ്പയിതാ, നിന്റെ ഭാര്യയിതാ, നിന്റെ മക്കളിതാ, ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും. ഞാനും നിങ്ങളും കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ നമ്മുടെ പേര് പോലും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന സമയത്ത് ആ മലക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ നീ ഇത്ര വയസ്സ് വരെ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് മരിക്കും, ഇന്ന സ്ഥലത്ത് നിന്നെ കബറടക്കും. മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്? ഈ കാര്യങ്ങൾ മുഴുവനും മലക്ക് എഴുതി വെച്ചിരിക്കുകയാ. ഈ കാര്യങ്ങൾ മുഴുവനും ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ മലക്ക് എഴുതി വെച്ചിരിക്കുകയാ. ഇത് തള്ളാൻ ആരെ കൊണ്ടും കഴിയില്ല, ഇത് തട്ടിക്കളയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഇത് മുഴുവനും നമ്മൾ അനുഭവിച്ചേ തീരൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, ജ്യോതിശാലയങ്ങളെ തേടി പോകുന്നവരുണ്ടല്ലോ, മന്ത്രവാദികളെ തേടി പോകുന്നവരുണ്ടല്ലോ, വെറ്റ തിരുത്തിയിട്ട് നിന്റെ ഭൂമി പറയാനും നിന്റെ ഭാവി പറയാനും ഒരുത്തരെ കൊണ്ടും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഭാവി എന്താകുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല, ഒരു തങ്ങൾക്കും അറിയില്ല, ഒരു പ്രവാചകനും അറിയില്ല. 5 കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം എടുത്തു നോക്ക്, മഗീബാത്തുൽ ഖംസ് എന്ന് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാ. ഈ പ്രപഞ്ചം എന്നാ നശിക്കുന്നത്, ഈ പ്രപഞ്ചം എന്നാണ് തകരുന്നത്, അത് പറയാ അല്ലാഹുവല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഒരു വെള്ളിയാഴ്ചയാണ് തകരുന്നതെന്ന് നമുക്കറിയാം, പക്ഷേ ഏത് വെള്ളിയാഴ്ചയാ, ഏത് വർഷമാണെന്ന് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. 2, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് പറയാൻ, പെയ്യുമോ പെയ്യാതിരിക്കുമോ, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ മഴ പെയ്യുമെന്ന് പറയാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോ പെയ്യുമെന്ന് പറയാൻ അല്ലാഹുവിനെ കഴിയൂ. വയഅമലു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയഅലമു മാ ഫിൽ അർഹാ. ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാറ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. 4 മാസം കഴിഞ്ഞിട്ടല്ലേ എന്റെ പ്രിയമുള്ളവരെ അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയുന്നത്. 4 മാസം കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയൂ. അതിനു മുമ്പ് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ 4-മതായി പറയുന്നു, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിൽ ഈ വാഴ പറയുന്ന സിറാജിന് ഇന്ന് ഈ വാഴ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പറയാ ഒരാളെ കൊണ്ടും കഴിയില്ല. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. 5-മത്തെ കാര്യം എന്തെന്നറിയുമോ? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒരു മനുഷ്യൻ എവിടെ കിടന്നു മരിക്കുമെന്ന് പറയാർ, ഒരു മനുഷ്യൻ എവിടെ കിടന്നു മരിക്കുമെന്ന് പറയാർ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, പാതിരാത്രി കിടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ഇത് പടച്ചവന്റെ പരീക്ഷണമാ. അല്ലാഹു തന്നെയല്ലേ പറഞ്ഞു തന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംസാജ് നബ്തലീ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എടാ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു തന്നെയാ പറയുന്നത്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംസാജിൻ നബ്തലീ.
നിന്നെ പരീക്ഷിക്കാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹ് നമ്മളോട് ചോദിക്കുകയാ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹ് ചോദിക്കുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും നേരിടാതെ നീ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് കരുതുന്നു? ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങള്, അല്ലാഹു എന്നെയും നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാരാ. അല്ലാഹ് തന്നെ പറയുകയാ, എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു, ഞാൻ എന്റെ അടിമകളെ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനകസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സാബിരീൻ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരികയാ, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? എനിക്കിഷ്ടപ്പെട്ടവര് എന്റെ അടിമകളെ ഞാൻ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അവന് ഭയം കൊടുത്ത് പരീക്ഷിക്കും, അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കും, അവന് കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കും, അവന്റെ കച്ചവടം മുഴുവനും തകർത്തിട്ട് ഞാൻ പരീക്ഷിക്കും, മാരക രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കും, സ്വന്തം മക്കളുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയിട്ട് അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് തന്നെയാ പറഞ്ഞത്, മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കാൻ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് കടം തന്നത്, നിനക്ക് രോഗം തന്നത്, നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത്, നിന്റെ മക്കളെ മരിപ്പിച്ചത്, നിന്നെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ തരുന്നത് അല്ലാഹു നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാ, സ്നേഹമുള്ളത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗ്ഗം നിർബന്ധമാണ്. അല്ലാഹ് പറയുന്നു, എനിക്ക് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗ്ഗം നിർബന്ധമാ. 10-60 വർഷക്കാലം, 30, 40, 50 വർഷക്കാലം ആ മനുഷ്യൻ ജീവിക്കും, പക്ഷേ സ്വർഗ്ഗത്തിൽ കടക്കാറുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യന് ചെയ്തിട്ടില്ല. അവസാനം സ്വർഗ്ഗം കൊടുക്കാൻ അല്ലാഹു ആ മനുഷ്യന് മാരക രോഗങ്ങൾ കൊടുക്കുകയാ, ദുഃഖങ്ങൾ കൊടുക്കുകയാ. എന്നിട്ട് ആ ദുഃഖത്തിനെ കൊണ്ട് രോഗം കൊടുത്തിട്ട് അവന് ശമിക്കുകയാ. അതിനു പകരം അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് ദുഃഖവും ദുരിതവും തരുന്നത്, ഇഷ്ടമുള്ളത് കൊണ്ടാ. അല്ലാഹുവിന് ഇഷ്ടമുള്ളവരെ അല്ലാഹു പരീക്ഷിക്കൂ.